40 സെക്കൻഡ് ക്രഞ്ച് ചെയ്യുക. ഇതുപോലെ 40 സെക്കൻഡ് പ്ലാങ്ക് ഹോൾഡ് ചെയ്യുക. ഒരു 40 സെക്കൻഡ് ഇതുപോലെ ഓൾട്ടർനേറ്റ് ലെഗ് റേസ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഉറക്കം പോയിട്ട് നിങ്ങളുടെ വയറിലെ മസിൽസ് സ്ട്രെങ്ത് ആവുകയും ആ ദിവസം നിങ്ങൾ നല്ല ആക്റ്റീവ് ആവുകയും ചെയ്യും. Asana. Practice these asanas daily to feel more balanced in life. 4, 7, 8 4, 3, 2, 1 2, 3, 4, 5, 6, 7 2, 3, 4, 5, 6, 7, 8 shoulders, arms, എല്ലാ മസിലും റിലാക്സ് ചെയ്യാം. ജീവിതത്തിൽ മടിയില്ലാത്തവരായിട്ട് ആരുമില്ലെന്ന് പറയും. ഇത് സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു വളരെ എഫക്റ്റീവ് മെത്തേഡാണ് ജാപ്പനീസ് ടെക്നിക്കുള്ള കേസൻ മെത്തേഡ്. കേസൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓരോ വലിയ വലിയ കാര്യങ്ങളെ ചെറുതായിട്ട് ഡിവൈഡ് ചെയ്ത് ആ ചെറിയ കാര്യം മാത്രം ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് കേസൻ മെത്തേഡ് കൊണ്ട് ഉപയോഗിക്കുന്നത്. ഇത് ജീവിതത്തിൽ എങ്ങനെയാണ് പ്രാവർത്തികമാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എംഎൻസി മെഡിസിൻ പഠിക്കുന്ന സമയത്ത് ഇത്രയും വലിയ ബുക്കാണ് പഠിക്കാനുള്ളത്. അങ്ങനെ 2-3 വോളിയം ഒക്കെ പഠിക്കാനുണ്ട്. ഈ ബുക്കിന് ഞാൻ വാങ്ങിച്ചു പറഞ്ഞാൽ പ്രസ്സിൽ പോയിട്ട് ഡിവൈഡ് ചെയ്യും കൊച്ചു പീസായിട്ട്. കാർഡിയോളജി, നെഫ്രോളജി, ഹെമറ്റോളജി എന്നൊക്കെ പറഞ്ഞ് കൊച്ചു ബുക്ക് ആക്കിയതിന് ശേഷം ലൈബ്രറി പോകുന്ന സമയത്തും ട്രെയിനിൽ പോകുന്ന സമയത്തും എല്ലാം ഈ ബുക്ക് കൊണ്ടുപോയി ഇപ്പോൾ ചെറുതായിട്ട് പെട്ടെന്ന് വായിച്ച് കുറച്ചുനാൾ കഴിയുമ്പോഴത്തേക്ക് എല്ലാ ബുക്കും. അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു വലിയ കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. അതുകൊണ്ട് പതുക്കെ നമ്മൾ ചേഞ്ച് ചെയ്യും. നമുക്ക് ഒന്നും ചേഞ്ച് ഇല്ലാത്തവരെ തോന്നും. പക്ഷേ അൾട്ടിമേറ്റ്ലി ഒരു ദിവസം ആകുമ്പോൾ ഒരു വലിയ ചേഞ്ച് ഉണ്ടാവും. ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ശ്രമിച്ച് നോക്കൂ. കേസൻ ടെക്നിക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും. ഇക്കിഗൈ എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു ജാപ്പനീസ് ടെക്നിക്കാണ്. എപ്പോഴും സന്തോഷവാനായിട്ടിരിക്കാനുള്ള ഒരു ടെക്നിക്കാണ്. അതായത് നമ്മൾ ഇക്കിഗൈ നമ്മൾ കണ്ടെത്തണം എന്നാണ് പറയുന്നത്. ജീവിതത്തിന്റെ അർത്ഥം അതിനായിട്ട് 4 കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തണം. വളരെ സമാധാനമായിട്ട് ഇവിടെ ഇരുന്നതിന് ശേഷം നമ്മൾ പേപ്പറിൽ എഴുതണം. ആദ്യമായിട്ട് എഴുതേണ്ടത് വാട്ട് യു ലവ്, നിങ്ങളുടെ പാഷൻ. അതായത് നിങ്ങൾ പണം കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ അത് ചെയ്തുകൊണ്ടേയിരിക്കുന്ന നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരു കാര്യമാണ് വാട്ട് യു ലവ്. അടുത്തത് വാട്ട് യു ആർ ഗുഡ് അറ്റ്, നിങ്ങളുടെ സ്കിൽസ്. നിങ്ങൾക്ക് പലതരത്തിലുള്ള കഴിവുകളുണ്ടാവും. സംസാരിക്കാനുള്ള കഴിവ്, പാട്ട് പാടാനുള്ള കഴിവ്. അത് എഴുതി വെക്കുക എന്നുള്ളതാണ്. അത് ഏതാണെന്ന് കണ്ടെത്തി അതിങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും. മൂന്നാമത് വാട്ട് ദ വേൾഡ് നീഡ്സ്, നമുക്ക് ലോകത്തിന് എന്താണ് വേണ്ടത്, അതിനുവേണ്ടി ഒരു ലോകം ബെറ്റർ ആക്കാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്നാണ് അവർ പറയുന്നത്. അത് ചിലപ്പം ചെടി വയ്ക്കുന്നതാവാം, അല്ലെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കുന്നതാവാം, പഠിപ്പിക്കുന്നതാവാം, അല്ലെങ്കിൽ അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതാവാം. എന്തും നമുക്ക് ലോകത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. നാലാമതായിട്ട് നിങ്ങളുടെ പ്രൊഫഷൻ. അതായത് നമുക്ക് ജീവിക്കണമെങ്കിൽ കുറച്ച് പണം വേണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ജോലി ചെയ്താൽ വരുമാനം കിട്ടും എന്നുള്ള കാര്യമാണ് എഴുതി വെക്കേണ്ടത്. ഇതിനകത്ത് നമ്മൾ നോക്കണം 1, 2, 3 കാര്യങ്ങളിലൊക്കെ മാക്സിമം നിങ്ങൾക്ക് ഒരേ കാര്യം വരുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ഇക്കിഗൈ. അത് തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി 4 വരുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങളുടെ ഇക്കിഗൈ അത് തന്നെയാണ്. അത് ചെയ്താൽ നിങ്ങൾ എപ്പോഴും സന്തോഷവാനായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് ചെയ്യാൻ കഴിവുള്ള, അതുപോലെ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് ആവശ്യമുള്ള, നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യം അത് കണ്ടെത്തുക. അത് തന്നെയാണ് നിങ്ങളുടെ ഇക്കിഗൈ, നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ. നടുവേദന ഉള്ളപ്പോൾ ഏറ്റവും നല്ല എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെക്കൻസി എക്സസൈസ് എന്ന എക്സസൈസ് ഉണ്ട്. മെക്കൻസി എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഡിസ്കിൽ ചെറിയ പ്രൊലാപ്സ് തുടങ്ങിയതേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു മസിൽ ക്യാച്ച് ഉണ്ട്. ഈ സമയത്തൊക്കെ നമ്മളെ ബാക്കിലെ മസിൽസ് സ്ട്രെങ്തൻ ആക്കുകയും അതിനോടൊപ്പം ഈ മെക്കൻസി എക്സസൈസ് കഴിഞ്ഞാൽ ഈ തള്ളി വന്നേക്കുന്ന ബൾജ് പോലും കുറച്ച് പതുക്കെ അകത്തോട്ടാക്കാനായിട്ട് പറ്റും. നമ്മൾ കൈ കൊണ്ടൊന്നുമല്ല ആക്കുന്നത്, മെക്കൻസി എക്സസൈസ് ചെയ്യുക. എന്താണ് മെക്കൻസി എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ കുത്തി നിൽക്കുക. എന്നിട്ട് പതുക്കെ മുകളിലോട്ട് ഇങ്ങനെ കുറേ നേരം നോക്കി വയ്ക്കുക. ഒരു 15 സെക്കൻഡ് മുതൽ 30 സെക്കൻഡ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഒരു 1-2 ആഴ്ച കൊണ്ട് തന്നെ വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങും. നിങ്ങളുടെ ബാക്കിലെ മസിൽസ് സ്ട്രെങ്തൻ ആകുകയും ഡിസ്കിൻ്റെ വേദന കുറയുന്നതായിട്ടും കാണും. അതിനുശേഷം ഒരു 1-2 മാസം കഴിഞ്ഞതിന് ശേഷം ഈ കൈ കുത്തിയിരിക്കുന്നത് ഈ മാറ്റി ഈ രീതിയിൽ കുത്തി നമ്മൾ ഇങ്ങനെ കുത്തിയതിനു ശേഷം മുകളിലോട്ട് നോക്കുക. അപ്പോഴും തലവേദന എന്ന് പറയുന്നത് മൈഗ്രെയിനും ടെൻഷൻ ഹെഡേക്കും നമുക്ക് ചില കാരണങ്ങൾ ഒഴിച്ചു മാറ്റിയാൽ പല
തലവേദനകളും മാറ്റാനായിട്ട് പറ്റും. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൃത്യമായിട്ടുള്ള ഉറക്കം. ഉറക്കം ശരിയായില്ലെങ്കിൽ ചെന്നിക്കുത്ത് വീണ്ടും 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 വരാൻ സാധ്യതയുണ്ട്. വെയിൽ, അതിശക്തമായ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ തലവേദന വരാറുണ്ട്. പിന്നെ ചോക്ലേറ്റ് പോലുള്ള സാധനം, ഡാർക്ക് ചോക്ലേറ്റ് ചിലപ്പം കഴിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് തലവേദനയാണ്. ചില ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ തലവേദന തുടങ്ങുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ട്രിഗർ. ഒരു ബുക്ക് എടുക്കുക, എന്ത് കാരണം കൊണ്ടാണ് അത് ഉണ്ടാകുന്നത് എന്നുള്ളത് എഴുതി വയ്ക്കുക. ഇപ്പോൾ ഒരു 2-3 ദിവസം തലവേദന വരുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഏതാണ് നമ്മുടെ ട്രിഗർ എന്നുള്ളത്. ചിലപ്പോൾ കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് ഉണ്ടാകുന്ന ചെറിയ ബുദ്ധിമുട്ട് കാരണം തലവേദന വരാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങളാവാം. ചിലപ്പം രൂക്ഷ ഗന്ധങ്ങളായിരിക്കും, എന്തെങ്കിലും മണം അടിക്കുന്ന സമയത്തോ സ്പ്രേ അടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ശക്തമായിട്ടുള്ള ശബ്ദം കേൾക്കുന്ന സമയത്തോ ഇങ്ങനെയൊക്കെ ചില ട്രിഗർ ഉണ്ടായിരിക്കും. ആ ട്രിഗർ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ മൈഗ്രെയിൻ ഒരു പരിധി വരെ 80 മുതൽ 85% മൈഗ്രെയിനും ടെൻഷൻ ഹെഡേക്കും ഒഴിവാക്കാനായിട്ട് പറ്റും. ഉറക്കം വളരെയധികം അനുഗ്രഹമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഉറങ്ങുന്ന സമയത്ത് പലതരത്തിലുള്ള മാറ്റങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. നമ്മുടെ ശരീരത്തിൽ നശിച്ചു പോയ സെൽസ് എല്ലാം റിപ്പയർ ആവുന്നതും നമ്മുടെ പല ഭാഗത്തും ഉണ്ടാകുന്ന നീർക്കെട്ട് മാറുന്നതും നമ്മുടെ ശരീരത്തിനെ റീബൂട്ട് ചെയ്യുന്നത് തന്നെ ഈ ഉറക്ക സമയത്താണ്. ഉറങ്ങാനുള്ള വേറൊരു ടിപ്പോടെ പറയട്ടെ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, മൊബൈലൊക്കെ മാറ്റി വെച്ചോളൂ, പക്ഷേ നമ്മുടെ മനസ്സിൽ മൊത്തം ചിന്തയാണ്. നാളത്തെക്കുറിച്ച്, നാളെ എന്താണ് മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ ആ വ്യക്തി എന്നോട് എന്തെങ്കിലും സംസാരിക്കുമോ, നാളെ വരുന്ന ഗസ്റ്റിന് എന്ത് ആഹാരം കൊടുക്കും, ഇതെല്ലാമാണ് പല ആളുകളുടെയും മനസ്സിലുള്ള ചിന്ത. അപ്പോൾ ചിന്ത ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു മെത്തേഡ്, എന്തെങ്കിലും ഒരു പ്രഭാഷണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കമൻട്രിയോ എല്ലാം കേട്ടുകൊണ്ട് കിടക്കുക. മൊബൈൽ ഫോൺ കട്ടിൻ്റെ അടിയിലോട്ടോ അല്ലെങ്കിൽ വെട്ടമില്ലാത്ത രീതിയിൽ മാറ്റി വയ്ക്കുക. ഒരു വീഡിയോ കഴിയുമ്പോൾ സ്റ്റോപ്പ് ആവുന്ന രീതിയിൽ നമുക്ക് യൂട്യൂബിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റോ അല്ലെങ്കിൽ 40 മിനിറ്റോ കൊണ്ട് നിങ്ങൾ അത് കേട്ടുകൊണ്ട് അങ്ങ് ഉറങ്ങും. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ്. ധാരാളം ആളുകൾ സക്സസ് ആണെന്ന് പറഞ്ഞൊരു മെത്തേഡാണ്. വലതുകാൽ വലതുവശത്തു കൂടി സാവധാനത്തിൽ മടക്കുക. അതുപോലെ ഇടതുകാലും ഇടതുവശത്തു കൂടി മടക്കി വയ്ക്കുക. തറയിൽ അമർന്നിരുന്ന് കൈകൾ കാൽമുട്ടിന് മുകളിൽ വെച്ച് നട്ടെല്ല് വളയാതെ നിവർന്നിരിക്കുക. കാൽമുട്ടുകൾ ഇരുവശങ്ങളിലേക്കും അകറ്റി വയ്ക്കുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മുന്നോട്ട് വളഞ്ഞ് നെറ്റിയും കൈകളും തറയിൽ മുട്ടിക്കുക. ഈ പൊസിഷനിൽ ഇരുന്ന് ശ്വാസം പറ്റാവുന്നിടത്തോളം അടക്കി പിടിക്കുക. വളഞ്ഞ തോളുകൾ നിവരാൻ ഏറ്റവും ഉചിതമാണ് ശശാങ്കാസനം. കൂടാതെ നട്ടലിന്റെ ഡിസ്ക് തെറ്റുന്ന പ്രശ്നങ്ങളുള്ളവരും സ്ഥിരമായി ശീലിക്കുന്നത് നല്ലതാണ്. തലയിലേക്കും മുഖത്തേക്കുമുള്ള രക്തപ്രവാഹം കൂടുന്നതിനാൽ ബുദ്ധിവികാസവും ഉന്മേഷവും ലഭിക്കുന്നതാണ്. ശ്വാസം ഉള്ളിലേക്കെടുത്ത് നിവർന്നിരിക്കുക. 3-4 തവണ ഈ ആസനം ആവർത്തിക്കാം. കൈകളും കാലുകളും സ്വതന്ത്രമാക്കി കാലുകൾ നീട്ടിവെച്ച് ശ്വസനം ക്രമപ്പെടുത്തി വിശ്രമാവസ്ഥയിലെത്തിയിട്ട് വേണം ശശാങ്കാസനം അവസാനിപ്പിക്കാൻ. ஒரே ஒரு ஃபேஸ் மசாஜ் பண்ணா ஸ்ட்ரெஸ் எல்லாம் ரிலீஸ் ஆகுது. ஏன் எனக்கு யோசிச்சிருக்கீங்க? அதெல்லாம் யோசிக்க மாட்டீங்க. எப்படி நான் சொல்றேன், ஃபேஷியல் அப்போ தேர்ட் ஐ, அதாவது ஐப்ரோஸ்க்கு நடுவுல மசாஜ் பண்றப்போ இந்த பைனல் கிளாண்ட் வந்து ஸ்டிமுலேட் ஆகுது. இது நமக்கு தூக்கம் வர மெரிடியன் ஹார்மோனோட லிங்க் இருக்கு. சோ இதனால தான் ஃபேஷியல் பண்ணோம்னா ஸ்ட்ரெஸ் ரிலீஸ் ஆகி ரிலாக்சேஷன் நமக்கு கிடைக்கும். நெக்ஸ்ட் இந்த தலைவலி எல்லாம் எப்படி சரியாகுது தெரியுமா? டெம்பிள் பாயிண்ட், அதாவது ஹாலோ மாதிரி இருக்கு இந்த ஸ்பேஸ், இங்க பிரஷர் கொடுத்து மசாஜ் பண்ணும்போது என்ன ஆகும்னா பிளட் சர்க்குலேஷன் வந்து பிரெயின் நல்லா போகும். சோ இதனால டென்ஷன் கம்மியாகி ஹெட்டேக்கும் குறையும். சோ அதே மாதிரி நம்ம டென்ஷன் ஆகும்போது நம்ம கை மட்டும் டைட் ஆகுது, அன்கான்ஷியஸா அந்த ஜாவும் வந்து டைட் ஆயிடும். சோ இதுக்கு என்ன பண்ணனும்னா இந்த ஜா கார்னர்ஸ்ல மசாஜ் பண்ணணும். இதனால மென்டல் ஸ்ட்ரெஸ் கம்மியாகும், பிசிக்கல் ஸ்ட்ரெஸ் கம்மியாகும். கடைசியா இந்த ஸ்கிரீன் முன்னாடி சிஸ்டம் ரொம்ப நேரம் வேலை செய்யறவங்களுக்கு என்ன சொல்றேன்னா வேலை செய்யாதீங்கன்னு சொல்றேன். அப்படி சப்போஸ் வேலை செஞ்சீங்கன்னா இதை ட்ரை பண்ணுங்க. இந்த ஐப்ரோஸ்க்கு நடுவுல நோஸ் பிரிட்ஜுக்கு மேல பிரஷர் பண்ணி மசாஜ் பண்ணுங்க. இதனால ஐ ஸ்ட்ரெயின் குறையும், மைண்டும் காம் ஆகும். சோ இது எல்லாமே ஒரு ஃபேஷியல் மசாஜ் நம்ம கொடுக்குற பிரஷர்னால தான் வந்து ஸ்ட்ரெஸ்ஸும் கம்மியாகுது, மைண்டும் காம் ஆகும். சோ இதுல ஏதாச்சும் மிஸ் ஆகுது அப்படின்னா உங்க பியூட்டிஷியன் கிட்ட சொல்லி மாத்திரம் நீங்க சொல்லி சாப்பிடுங்க. அடுத்தது நம்ம டயட்டில் A B C ஜூஸ் நம்ம உட்பட்டு கொடுப்போம். ஆம்லா, பீட்ரூட், கோகனட் இதுல இருக்கிற ஹெல்தி ஃபேட், புரோட்டீன், அயன் முடி வளர்ச்சா നന്നായി കൂടാനും മുടി പൊഴിച്ചിട്ട് പൂർണ്ണമായി മാറാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതേപോലെ തന്നെ നമ്മുടെ ഡയറ്റിൽ ക്യാരറ്റ് ജ്യൂസ് ഉൾപ്പെടുത്തി കൊടുക്കുക. ഈ ക്യാരറ്റിൽ ബീറ്റാ കാരോട്ടിനും വൈറ്റമിൻ ഇ ഉള്ളതുകൊണ്ട് തന്നെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ബ്ലഡിൽ വൈറ്റമിൻ ഡി, വൈറ്റമിൻ ബി12, കാൽഷ്യം, ഫെറിറ്റിൻ, തൈറോയ്ഡ് ലെവൽ, ടെസ്റ്റോസ്റ്റെറോൺ ലെവൽ ഇതൊക്കെ നോർമൽ ആണോ എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാം. ഇനി ഹെയർ പാക്ക് കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന 2 ഹെയർ പാക്ക് ആണ്. ഫസ്റ്റ് തിങ് കഞ്ഞിവെള്ളം. നമ്മൾ കേട്ട് കാണും കഞ്ഞിവെള്ളം നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നത്. ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം കഞ്ഞിവെള്ളത്തിൽ അമിനോ ആസിഡും അയറോസിറ്റോളും വൈറ്റമിൻസും അടങ്ങിയിരിക്കുന്നത് മുടിയുടെ പ്രോട്ടീൻ നിലനിർത്താൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. മുടിയുടെ പ്രോട്ടീൻ നിലനിർത്തുമ്പോൾ മുടി വളർച്ച നന്നായി കൂടും, മുടി പൊഴിച്ച് പൂർണ്ണമായി മാറും ചെയ്യും. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട രീതി നമുക്ക് മുടി കുളിച്ചതിന് ശേഷം കഞ്ഞിവെള്ളം നമ്മുടെ മുടിയിലേക്ക് ഡയറക്റ്റ് സ്പ്രേ ചെയ്യാം, തലയോട്ടി നന്നായിട്ട് മസാജ് ചെയ്യാം, ഒരു 10 മിനിറ്റ് വെക്കുക, നോർമൽ ഹെയർ വാഷ് ചെയ്യും. ഇത് ഡെയിലി നമ്മൾ യൂസ് ചെയ്താൽ ഒരുപാട് ഉപയോഗം കിട്ടും നമ്മുടെ മുടിക്ക്. ഇതേപോലെ തന്നെ ഒരു ഹെയർ പാക്ക് ആണ് ഒനിയൻ ഹെയർ പാക്ക്. അതായത് ചെറിയ ഉള്ളിയുടെ നീരെടുക്കുക, അതേ അളവിൽ വെള്ളം എടുക്കുക, ഇത് രണ്ടും മിക്സ് ചെയ്ത് നമ്മുടെ തലയോട്ടി നന്നായിട്ട് മസാജ് ചെയ്യാം. 15-20 മിനിറ്റ് വെക്കുക ഡെയിലി. ഹൈറ്റ് വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, അതൊന്ന് അപ്ലൈ ചെയ്യാം. സോ ഹൈറ്റ് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ പറയും. ഒന്നാമത്തെ നിങ്ങൾ സ്ട്രെങ്ത് വർക്കൗട്ട് ചെയ്യാന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓടി കളിക്കാനും അതേപോലെ ചാടി കളിക്കാനൊക്കെ വേണ്ടിയിട്ട് വിടുക. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ സ്റ്റിമുലേറ്റ് ആവും. നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ ആണ് നമ്മുടെ ഹൈറ്റ് തീരുമാനിക്കുന്നത്. രണ്ടാമത് വൈറ്റമിൻ ഡി കിട്ടുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ലത് സൂര്യപ്രകാശം ഒരു ദിവസം ഒരു 10-20 മിനിറ്റ് കൊള്ളുന്നതാണ്. ഏറ്റവും നല്ല സമയം ഒരു 11-12 മണിക്ക് ശേഷം കൊള്ളുന്നതാണ്. മൂന്നാമത്തെ കാര്യം നിങ്ങൾ നന്നായിട്ട് ഉറങ്ങുക. അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു 7-8 മണിക്കൂറെങ്കിലും നിർബന്ധമായിട്ടും ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. നാലാമത്തെ കാര്യം ധാരാളം വെള്ളം കുടിക്കുക. അതേപോലെ അഞ്ചാമത്തെ കാര്യം ഈ കഫീൻ കണ്ടന്റ് അടങ്ങിയുള്ള ഫുഡ് ഐറ്റംസ് അത് മാക്സിമം ഒഴിവാക്കുക. ഒരു മൈൽഡായിട്ടുള്ള ഫേസ് വാഷ് വെച്ച് 2 നേരം മുഖം കഴുകുന്ന ശീലം ഉണ്ടാക്കിയെടുക്കുക. ഇത് മുഖത്തെ അഴുക്കിനെ പുറത്ത് കളയാനും അതേപോലെ തന്നെ അടഞ്ഞിരിക്കുന്ന പോർട്ടിലെ ഓപ്പൺ ചെയ്യാൻ സഹായിക്കും. രണ്ടാമതായിട്ട് ആയുർവേദ കടകളിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ത്രിഫല ചൂർണ്ണം വാങ്ങി 1 ടീസ്പൂൺ ത്രിഫല ചൂർണ്ണം 1 സ്പൂൺ തേനും കുറച്ച് റോസ് വാട്ടറും ചേർത്ത് മുഖത്ത് അപ്ലൈ ചെയ്ത് 20 മിനിറ്റ് നേരം കഴിയുമ്പോൾ കഴുകി കളയും. ഇത് മുഖക്കുരു കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ രക്തശുദ്ധി ഉണ്ടാക്കുന്നതിനും സ്കിന്നിനെ ശുദ്ധീകരിക്കാൻ സഹായിക്കും. മൂന്നാമതായിട്ട് ആരോഗ്യകരമായ ഭക്ഷണശീലം പിന്തുടരുക.
വറുത്തുപൊരിച്ച ആഹാരങ്ങളും ജങ്ക് ഫുഡുകളും മധുരപലഹാരങ്ങളും മാക്സിമം ഒഴിവാക്കി പഴങ്ങളും പച്ചക്കറികളും വെള്ളം കുടിക്കുന്ന ശീലവും ധാരാളമാണ്. ക്യാരറ്റ്, ബീട്രൂട്ട്, അതിന്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം ലെമൺ, കുറച്ച് മില്ലിയസ്, ഇത് ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെച്ച് ഒരു 30 മിനിറ്റിന് ശേഷം ഫിൽറ്റർ ചെയ്തെടുത്തിട്ട് സിപ്പായിട്ട് ദിവസം മുഴുവനായിട്ട് കുടിക്കാവുന്നതാണ്. ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ക്ലിയർ. ഈ വൈറ്റമിൻ ഇയും പിന്നെ അലോവേര ജെല്ലുണ്ട്, അലോവേരയും പിന്നെ വെളിച്ചെണ്ണ മിക്സ് ചെയ്താൽ മതി. ഇതെന്തിനാണോ ഇത് ഞാൻ പറഞ്ഞില്ല നേരത്തെ, രാത്രി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇട്ട് കളിക്കാൻ നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് അലോവേര നമ്മൾ ജെല്ലും കിട്ടും അല്ലാതെ കിട്ടും. അപ്പം ഇതിപ്പോൾ ഞാൻ കാണിച്ചു ഈ അലോവേരയ്ക്ക് വൈറ്റമിൻ മിക്സ് ചെയ്യുമ്പോൾ തന്നെ കളർ ചേഞ്ച് ആവും, ഒരു വൈറ്റ് കളർ. നല്ലതാണ്, കഴിക്കുന്നതിനേക്കാൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത്. അതെ, എനിക്ക് ഇതിനകത്ത് കുത്തുന്ന ഇഷ്ടം. വെളിച്ചെണ്ണ കുറച്ച് മോശമായിട്ട് പകലിടുവാണെങ്കിൽ ഇത് വെളിച്ചെണ്ണ ഇടണമെന്നില്ല, രാത്രിയിലാണെങ്കിൽ ഇങ്ങനെ ഒരു പേസ്റ്റ് ഉണ്ടോ ജെല്ല് വേണം. അപ്പോൾ നല്ല വൈറ്റ് ക്രീം. അപ്പോൾ ഇനി നമ്മൾ ഫേസിലോട് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്ലൈ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ല ഗ്ലാസ് എന്നൊക്കെ പറയത്തില്ല, അതൊരു സാധനം രാവിലെ എടുക്കുമ്പോൾ കിട്ടും, അല്ലെങ്കിൽ വെറുതെ ഗ്ലാസ്സിൽ നോക്കിയാൽ മതി. നല്ലതാണ്, തമാശ ഇത് അടിപൊളിയാട്ടോ. ഗ്ലാസ്സിനൊക്കെ പറ്റിയ എല്ലാവരും പറഞ്ഞിരിക്കേണ്ട 5 മർമ്മങ്ങൾ നമ്മൾ കഴുത്തിൽ പിടിച്ച് കൊല്ലാൻ വന്നാൽ ഈ മർമ്മത്തെ പിടിച്ച് പ്രസ് ചെയ്താണ്. ഇതുപോലെ ഒരു കൈ കൊണ്ടാണ് നമ്മൾ കൊല്ലാൻ വരുന്നതെങ്കിൽ ചെവിക്ക് പിൻഭാഗത്തുള്ള ഈ മർമ്മത്തെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ശക്തമായിട്ടാണ് അടിക്കാൻ വരുന്നതെങ്കിൽ കൈയുടെ ഫിംഗർ ഇങ്ങനെ പിടിച്ചിട്ട് ബൈസെപ്സിൽ പഞ്ച് കൊടുത്താൽ മതി. ഇതുപോലെ മുടി പിടിച്ചിട്ട് ആക്രമിക്കാൻ വന്നാൽ ചെസ്റ്റിന്റെ ഈ മർമ്മം പ്രസ് ചെയ്താൽ മതി. അതേപോലെ ഒരു കൈ കൊണ്ട് നമ്മൾ കോളിൽ പിടിക്കുകയാണെങ്കിൽ ഈ ഫിംഗർ നമുക്ക് Wait a minute, get it how you live it. 10 toes in when we standing on business. I'm a big stepper, underground with God. Top notch hoes, get the most, not the lizard. Straight stepper, right up your boss. Pushing country, baby, got that body you can measure. രാത്രി ആയാൽ കയ്യിൽ തരിപ്പ്, കടച്ചിൽ, ഉറക്കം കിട്ടുന്നില്ല. ഡോക്ടർ കാണിച്ചപ്പോൾ പറഞ്ഞു ഞരമ്പിന് ബ്ലോക്കാണ്, സർജറി ചെയ്യണം. വെയിറ്റ്, അടുക്കളയിൽ പോവുക, ഇതുപോലെ ഒരു സ്പൂൺ എടുക്കുക, തൈലോ ജെല്ലോ പുരട്ടിയ ശേഷം ഇതുപോലെ ഷേവ് ചെയ്യുന്ന പോലെ മസാജ് ചെയ്യുക. കൈൻ്റെ ആ ഭാഗത്ത് ചെയ്യുക, പിന്നെ ഇവിടെ ചെയ്യുക. അതിനുശേഷം സ്പൂൺ തിരിച്ചു പിടിച്ചിട്ട് ഇവിടെ ഇത്തിരി പ്രഷറിൽ അമർത്തിക്കൊണ്ട് ചെയ്യാം. സംഗതി സിമ്പിൾ ആണെങ്കിലും പവർഫുൾ ആണ്. ഷെയർ ചെയ്ത് The sunscreen follows. It's a सुमन सवंदित सुंदरी माधवी चंद्र सहोदरी हेममयी. കടലമാവിലേക്ക് 1.5 സ്പൂൺ കോഫി പൗഡറും 2 സ്പൂൺ കേടും 1.5 സ്പൂൺ ഹണിയും കുറച്ച് മഞ്ഞളും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഞാൻ ഇവിടെ 2 പേര് യൂസ് ചെയ്യാവുന്ന കണക്കാണ് പറഞ്ഞത്. ഇത് ക്ലെൻസോ വാഷോ ചെയ്ത് ഫേസിലേക്ക് അപ്ലൈ ചെയ്തു. വറുക്കാത്ത റൈസ് പൗഡർ എടുക്കുക, അതല്ലെങ്കിൽ പച്ചരി എടുത്തിട്ട് വെള്ളത്തിലിട്ട് അരച്ചെടുക്കാം. അത് അടിപൊളിയായിരിക്കും. പിന്നെ അതിലോട്ട് നമുക്ക് കുറച്ച് തേൻ ആഡ് ചെയ്യണം, പിന്നെ കുറച്ച് റോസ് വാട്ടർ യൂസ് ചെയ്തിട്ടോ. എന്നിട്ട് ഇതേപോലത്തെ കൺസിസ്റ്റൻസിയിലോട്ട് ഒരു കുറുക്ക് വയ്ക്കും. പിന്നെ നമുക്ക് കുറച്ചുള്ള കഴിഞ്ഞ ഒരു സ്ലൈസ് വേണം, എന്നിട്ട് അതിനെ കട്ട് ചെയ്ത് അത് ഹോൾ ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് അത് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ വെക്കാം. അരച്ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടാൻ ചെറിയതായിട്ടുള്ള തെരിപ്പുണ്ടാവും. എന്നിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തിട്ട് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര അഗ്രസീവായിട്ട് മസാജ് ചെയ്ത് മൂക്കിന്റെ അവിടെ, ചുണ്ടിന്റെ അവിടെ, നമ്മുടെ നെറ്റിയിലും പാനൽ ഏരിയാസിലും ഒക്കെ ചെയ്യാം. 5 പഴം ഓറഞ്ച് തൊലി ഇതുപോലെ ചെറിയ പീസ് ആക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് റോസ് വാട്ടർ ഇട്ട് സോക്ക് ചെയ്യാൻ വെക്കുക. കുറച്ച് റോസ് വാട്ടർ പോലെ സോക്ക് ചെയ്ത് ടേസ്റ്റ് മാറ്റിയിരിക്കുക. ചെറിയ യെല്ലോ കളറായിട്ട് നേരെ മിക്സിയിൽ ജാറിലേക്ക് വേറെ വെള്ളം ഒന്നും ചേർത്തിട്ട് റോസ് വാട്ടറിൽ അരച്ചെടുക്കാം. ഒരു കോട്ടൺ തുണി നമ്മൾ ഒരു മിക്സ് ആയിട്ട് പൊളിച്ചിട്ട് നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഒരു കൊഴുത്തിട്ടുള്ള ഒരു ഗ്രീസി പോലത്തെ ടെക്സ്ചർ ആയിട്ട് വെള്ളം എക്സ്ട്രാ എടുക്കുക. അത് നമ്മൾ ഇതുപോലെ ജാറിലേക്ക് സൂക്ഷിക്കുക. ഇനി ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാം. ഇത് ഫ്രിഡ്ജിൽ വെക്കണം. ഒരു എക്സ്ട്രാ ഇത് നമുക്ക് ആവശ്യത്തിന് കടലമാവോ റൈസ് പൗഡർ ഒക്കെ എടുക്കാം. നമ്മുടെ സ്കിന്നിന് സിമ്പിൾ ആയിട്ടുള്ള അതിലേക്ക് ഈ ഒരു എക്സ്ട്രാറ്റിന് 1.5 സ്പൂൺ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ പാനിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക. അതിലേക്ക് ഓറഞ്ച് പീൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പീൽ ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് ആ ഒരു വെള്ളം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് വിറ്റമിൻ സി ക്യാപ്സ്യൂളിൽ അത് 2 എടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് റോസ് വാട്ടർ കൂടി മിക്സ് ആക്കിയിട്ട് ഒരു ബോട്ടിൽ സൂക്ഷിച്ചിട്ട് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഓപ്പൺ പോർട്സ് ഒക്കെ ഒരു ചിരട്ട എടുത്ത് നന്നായിട്ട് കത്തിച്ച് അതിന്റെ കരി എടുക്കുക. ഈ കരി ഇനി നന്നായിട്ട് പൊടിച്ചെടുക്കണം. മിക്സിയിലിട്ടോ അല്ലെങ്കിൽ അമ്മിക്കല്ലിട്ടോ പൊടിച്ചെടുക്കുക. ഞാനിപ്പോ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ തേനും ആവശ്യത്തിന് തൈരും 1 സ്പൂൺ കടലമാവ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ഫേസ് പാക്ക് ഇടുന്നേക്കാൾ മുന്നേ എന്റെ മുഖത്തിന്റെ അവസ്ഥ ഇതാണ്. അത്യാവശ്യം കുറച്ച് ടാനൊക്കെ ഉണ്ട് മുഖത്ത്. கொஞ்சம் அரிசி மாவு, 1 ஸ்பூன் ஹனி பிளஸ் வந்து கொஞ்சம் சுகர் போட்டுக்கோங்க. அதனால மிக்ஸ் பண்ணதுக்கு அப்புறம் தக்காளி நல்லா கட் பண்ணிட்டு அதே அந்த சாரையும் சேர்த்து மிக்ஸ் பண்ணிக்கோங்க. மிக்ஸ் பண்ணி நீ அப்ளை பண்ணிட்டு ஒரு 15 மினிட்ஸ் வீட்ல ரைஸ் பண்றாங்க. ரைஸ் பாயில் பண்ணதுக்கு அப்புறம் அந்த தண்ணி ரைஸ் போடுங்க. கீழ ஃப்ரிட்ஜ் 3-4 hours நல்லா பால் பாயிடும்ல. திக்கா ஆயிடும் பால். அந்த ஒரு பால் கொஞ்சமா எடுத்து நார்மல் அலோவேரா ஜெல், take 1 spoon of it, mix it, apply on your face. 10 minutes. நான் சொல்றேன். അതുപോലെ ടൈം കുറച്ച് ടൈപ്പ് ചെയ്യുന്നത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു ഹാഫ് ലിറ്റർ ജ്യൂസ് ഫുൾ ആയിട്ട് പിഴിഞ്ഞ് ഒഴിച്ചു അതിന് ശേഷം അതിന്റെ പേസ്റ്റ് ആയിട്ട് ചേർത്ത് അതിന് ശേഷം അതിലേക്ക് അതിലേക്ക് നമുക്ക് ടൈം കൊടുത്ത് നമുക്ക് 3 ഇടണം വേണ്ടത്. നമ്മൾ പകുതി ബീറ്റ് വലിയ കണ്ണ് പകുതി ഇനി ഒരു തക്കാളി പച്ചമുളക് ഇതെല്ലാം നമ്മൾ കഴുകി തൊലി കളഞ്ഞ് പച്ചമുളക് കളഞ്ഞ് കൊടുക്കുക. നമ്മൾ അരച്ച് വെള്ളം ചേർക്കണം. നമ്മൾ തുണി നന്നായിട്ട് പിഴിഞ്ഞ് അപ്പോൾ നമ്മൾ നീര് എടുക്കുക. നന്നായിട്ട് കുറ്റിക്കുക. അപ്പോൾ വെള്ളം മാറി നല്ല തിക്ക് ക്രീമി ഒരു സീറ്റ് കൺസിസ്റ്റൻസി എടുക്കുക. ഇതാണ് നമ്മൾ ക്രീമിലേക്ക് ഇട്ട് കുമ്പളത്തിൽ ഫ്ലാക്സ് ജെൽ അങ്ങനെ വെജിൽ അങ്ങനെ കാര്യം എനിക്ക് സിമ്പിൾ ആണ്. ഈ ക്യാപ്സൂൾ കാര്യം ഈ ചോറിനകത്തേക്ക് പിന്നെ മാറ്റുന്നു.
എന്നിട്ട് ഇത് ഇതിനകത്തേക്ക് ഒഴിച്ച് മാറ്റുകയാണേ. നമുക്ക് മാറ്റിയാലോ? അതിന് നമുക്ക് വേണ്ടത് ജീരകമാണ്. നന്നായിട്ട് പൊടിച്ചെടുത്ത ജീരകത്തിലേക്ക് നോക്കിയാലോ? 5 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. നമ്മുടെ മുടിയുടെ തിക്നെസ്സും ലെങ്ത് അനുസരിച്ചിട്ട് കുറച്ച് ചെമ്പരത്തിയില അരച്ചെടുത്തിട്ടുണ്ട്. 3 മണിക്കൂർക്കയുടെ ഇല എടുത്തിട്ടുണ്ട്. ഒരു പിടി തുളസി ഇലയും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു നെറ്റിന്റെ തുണി ഉപയോഗിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. തലയോട്ടിയിൽ മുടിയിലേക്ക് കുറച്ച് ഓയിൽ കൂടി തേച്ച് കൊടുത്തിട്ട് ഹെയർ അടുത്ത ഭാഗത്ത് ഞാൻ ഹോസ്പിറ്റൽ പറയും അമ്മ ഏറ്റവും ടെൻഷൻ എന്നെ കാണാൻ പറ്റുന്ന കൊണ്ട് മുടി നമ്മൾ കൺട്രോൾ പോയല്ലോ നൽകില്ല സ്ഥിരമായിട്ട് ഉള്ളിൽ താലൂക്ക് അരച്ച് തേച്ച് അവിടെ ഷാമ്പു കഴിച്ചു സൗകര്യമാണ് മുടി കഴിഞ്ഞാൽ അടുത്ത് അമ്മ കൂടി കഴിക്കണം. മുടി വെച്ചാൽ കുറയ്ക്കാനും ഉള്ളു വയ്ക്കാനൊക്കെ സാധിക്കുന്ന പച്ചിലൊക്കെ പൊടിച്ചിട്ട് താൽപ്പര്യം ആഴ്ചയിൽ 2 ദിവസം ഷാമ്പു വെള്ളം ചേർത്ത് തേച്ചാൽ മതി. മുടി തണുപ്പും സുഖമൊക്കെ കിട്ടും. സൗകര്യമുള്ള കല്യാണോ തൈരോ എന്തോ ആവട്ടെ. എടുത്ത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് റോസാട്ടം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അതിനെ തുണിയിൽ തന്നെ അരിച്ച് അതിന്റെ ജ്യൂസും അതിന്റെ എസൻസ് മാത്രം തുണിയിൽ അരിച്ചെടുക്കണം. അതിനുശേഷം അത് അടുപ്പത്ത് പാൻ വെച്ച് നന്നായിട്ട് കുറുക്കി ഇതുപോലെ അതിന്റെ ഒരു ഇത് മാത്രമായിട്ട് കുറുക്കി അതിന്റെ എസൻസ് മാത്രമാക്കി എടുക്കുക. ഏകദേശം ഒരു കൊച്ചു സ്പൂണേ കിട്ടുള്ളൂ കേട്ടോ. അത് നന്നായിട്ട് കുറുക്കി അടുക്കി പിടിക്കാതെ എടുക്കണം കേട്ടോ. അതിനുശേഷം ആ കുറുക്കി എടുത്ത് അതിനകത്തേക്ക് കുറച്ച് അലോവേര ജെല്ല് 1-2 ടേബിൾ സ്പൂൺ അലോവേര ജെല്ല്, കുറച്ച് ഗ്ലിസറിന് പകരം तुझसे गवाही मेरी तू ही पहचान है मैया तेरी मेरी एक सर्वांगी सुंदर उदिशेंदुराची कंठी झळके माळ मुक्ता फळाची जय देव जय देव என்ன சொல்ல ஏது சொல்ல கண்ணோடு கண் பேச வார்த்தை இல்லை என்னென்னவும் रघुनंदन रघु रघुनंदन रघुवर सेवन रघुपति शायन शतयोजन शत शतयोजन शरधि नियोजन शर परिलंघन रघुनंदन रघु रघुनंदन रघुवर सेवन रघुपति शायन शतयोजन शत शतयोजन शरधि नियोजन शर परिलंघन Along with some broken pepper, black pepper or green pepper. Green pepper means to say raw pepper. Pepper corn. So soak it in honey and every day, about 3 spoons 3 times a day. It works best. All these things work best when you're on you do, touch me like you do. What are you waiting for? Fading in, fading out, on the edge of paradise. Every inch of your skin is a holy grail I gotta find. जय हनुमंत संत हितकारी सुन लीजिए प्रभु रज हमारी जन की आज विलंब न कीजिए आतुर दोरी महासुख दीजिए जैसे कूद सिंधु में पारा सुर सा
कृष्णाय वासुदेवाय हरये परमात्मने 10 minutes in a day, you will be 5 centimeters taller in a week. കയ്യിൽ തരിപ്പ് വരാൻ കാരണമാകാനുള്ള പ്രധാന 4 കാരണങ്ങൾ: ഒന്ന് കഴുത്തിലെ പ്രശ്നങ്ങൾ, നട്ടല് സംബന്ധമായിട്ടുള്ള ഡിസ്കിന്റെ പ്രശ്നങ്ങൾ; രണ്ടാമത് നെറു വരുന്ന ഭാഗത്തുള്ള കംപ്രഷന് ബ്ലോക്ക് അതുപോലത്തെ പ്രശ്നം; മൂന്നാമത് ഷുഗർ പോലത്തെ അസുഖങ്ങൾ ഞരമ്പിനെ ബാധിച്ചിട്ട്; നാലാമത്തെ ഒന്നാണ് വൈറ്റമിൻ ഡെഫിഷ്യൻ. Minutes in a day, you will be 5 centimeters taller in a week. മലർന്ന് കിടക്കുക ബെഡിൽ ആണെങ്കിലും കയ്യിൽ മൊബൈൽ ഉണ്ടായാലും കുഴപ്പമില്ല. വളരെ സിമ്പിളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ആ സമയത്ത് ഇത് 100 തവണ ചെയ്താൽ മതി ഓരോ വ്യായാമം. അപ്പോൾ ഷുഗറും അതുപോലെ തന്നെ ഈ ഓയിൽ ഫുഡൊക്കെ മാറ്റി വെക്കുക. അല്ല കാലേറ്റ കളി കറക്റ്റ് മാസം ചെയ്ത് നോക്കി. വയറല്ല പമ്പ കടക്കും. மாவு, 1 ஸ்பூன் காஃபி பவுடர், 1 ஸ்பூன் கர்டு, கொஞ்சமா ரோஸ் வாட்டர், இது எல்லாமே மிக்ஸ் பண்ணி ஒரு ஃபேஸ் பேக்கா ரெடி பண்ணிக்கோங்க. அந்த பேக்கை ஃபேஸ்ல அப்ளை பண்ணிட்டு 15 மினிட்ஸ் கழிச்சு வாஷ் பண்ணாலே போதுங்க.